നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ഇനി ഒരടി മുന്നോട്ട് വന്ന അടുക്കളയിൽ ഇരിക്കുന്ന വാക്കത്തെ എടുത്തോണ്ട് വന്ന് നിന്നെ വെട്ടി അരിഞ്ഞ് ഇവിടെ ഇടും. എന്ത് ധൈര്യത്തിലാണ് നീ വീണ്ടും ഇവിടേക്ക് വന്നത്? ശിവാനിയെ ഞാനാ വിളിച്ചോണ്ട് വന്നു. നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നീയാണ് ഇവളെ വിളിച്ചോണ്ട് വന്നതെന്നോ? ഇവളെ ഈ കോമ്പൗണ്ടിൽ പോലും കയറ്റില്ല എന്ന് പറഞ്ഞിരുന്നവനല്ലടാ നീ. നീ തന്നെ ഇവളെ വിളിച്ചോണ്ട് വന്നു എന്ന് പറഞ്ഞ എന്തൊക്കെയാടാ പ്രണവി ഇത്? ശിവാനിയെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള കാരണങ്ങളുണ്ട്. എന്ത് കാരണം? അത് ഞങ്ങൾ കൂടി മനസ്സിലാവണ്ടേ? മനസ്സിലാക്കാനൊന്നുമില്ല. ഇനി ഇവളെ വീട്ടിൽ തന്നെ ഉണ്ടാവും. ഈ വീട്ടിലോ? ഇവളോ? എന്തിന് ഇവളെ ഈ വീട്ടിൽ കയറ്റണം? കള്ളു കുടിച്ചു കുടിച്ച് നിന്റെ ഉള്ള ബുദ്ധിയും കൂടി ഇല്ലാണ്ടായോടാ. നാശപൂർണ്ണമാക്കാൻ വേണ്ടിയിട്ടാണോ നീ ഇവളെ വീണ്ടും ജീവിതത്തിലേക്ക് വലിച്ചു കയറ്റാൻ പോകുന്നത്? ഞാനേ ഇവളെ ജീവിതത്തിലേക്ക് സ്വീകരിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഇവളെ ഞാൻ ഡിവോഴ്സ് ചെയ്ത് എന്നേക്കുമായിട്ട് ഒഴിവാക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം. അതിനുവേണ്ടി തന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതും. അമ്മ ഇത് കണ്ടോ? വക്കീൽ ഓഫീസിൽ വെച്ച് എഴുതി തയ്യാറാക്കിയ എഗ്രിമെന്റാ. 6 മാസത്തിന് ശേഷം ഒരു നിബന്ധനയില്ലാതെ ഡിവോഴ്സ് തരാന്ന് ഇവളെ എഴുതി ഒപ്പിട്ട് തന്നതാ. ആ 6 മാസം ഇവളിവിടെ തന്നെ ഉണ്ടാവും. എന്താ നിധി, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. എന്തോന്നാടാ ഇത്? ഒന്ന് തെളിച്ചു പറയേ. ഡിവോഴ്സ് ചെയ്യാനാണെങ്കിൽ നീ എന്തിനാ ശിവാനി ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത്? കോടതിയിൽ കേസ് നടത്തിയ പോരെ? ഡിവോഴ്സിന്റെ കാര്യം സംസാരിക്കാൻ തന്നെ ഞാൻ വക്കീലിനെ കാണാൻ വേണ്ടി പോയത്. പക്ഷെ അവിടെ വെച്ച് എനിക്ക് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നു. കാര്യം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. എനിക്ക് എത്രയും വേഗം ഇവളെ ഒഴിവാക്കി എടുക്കണം. അതിന് എന്റെ മുന്നിൽ ഇതല്ലാതെ വേറെ വഴിയില്ല. ഈ 6 മാസം കൊണ്ട് ശിവാനിക്ക് പ്രണവനെ ഇഷ്ടപ്പെടുത്താൻ കഴിഞ്ഞാൽ അത് അവളുടെ യോഗമെന്ന് വിചാരിച്ചാൽ മതി. ഭൂലോക വിഡിത്ത പ്രണവെ നീ കാണിച്ചത്. നീ നോക്കിക്കോ, ഈ പറഞ്ഞ 6 മാസം കൊണ്ട് ഇവള് നിന്റെ ജീവിതം കുട്ടിച്ചോറാക്കും. അതിലൊരു മാറ്റം ഇല്ലടാ. നിയമപ്രകാരം കുടുംബ കോടതി വഴി മുന്നോട്ട് പോയാലേ കൂടിപ്പോയാ ഒരു 15 വർഷം എടുക്കുമായിരിക്കും. പോട്ടെ, ഒരു 25 വർഷം എടുത്തോട്ടെ. എന്നാലും കുഴപ്പമില്ല. അപ്പൊ ഡിവോഴ്സ് കിട്ടിയാ മതിയെന്ന് തീരുമാനിക്കായിരുന്നു. നോക്ക് പ്രണവേ, നീ എഗ്രിമെന്റ് വലിച്ചു കീറി കളഞ്ഞിട്ടേ കോടതി കൊണ്ടുപോയി കേസ് ഫയൽ ചെയ്യേ. എന്നിട്ട് ആ വഴി നോക്ക്. അമ്മേ, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്ക്. 6 മാസത്തിനപ്പുറം എന്റെ ഭാര്യ എന്നുള്ള ലേബലിൽ ഇവള് ജീവിക്കാൻ പാടില്ല.